ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ വളർച്ചയെക്കുറിച്ച്, അവർ മറ്റുള്ളവരോട് ഇടപെടുന്നതിനെക്കുറിച്ചൊക്കെ വളരെ ആശങ്കയുള്ളവരാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ, ഏതെങ്കിലും വ്യക്തികളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ അവരുടെ കുട്ടികളെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുവാൻ കൊണ്ടുവിടാറുണ്ട്, അല്ലെങ്കിൽ അവരെ ആശ്രയിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മാതാപിതാക്കളാണ് നമുക്ക് കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്. ഇത് എടുത്തു പറയാൻ കാരണം, പലപ്പോഴും വ്യക്തിത്വ രൂപീകരണ ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുവിട്ട് തൻ്റെ കുട്ടികളെ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് തൻ്റെ കുട്ടികൾക്ക് മാതൃകയായി താൻ എങ്ങനെ ജീവിക്കണം എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. അവരുടെ വിചാരം ഈ കുട്ടിയെ പാകപ്പെടുത്തേണ്ടത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമെന്നാണ്. സ്കൂളിൽ വിടുമ്പോൾ അധ്യാപകരും അതുപോലെ തന്നെ വ്യക്തിത്വ രൂപീകരണത്തിന് ക്ലാസ്സുകൾ നടത്തുന്നവരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെയാണ് തൻ്റെ കുട്ടികളുടെ സ്വഭാവത്തെ പാകപ്പെടുത്തിയെടുക്കേണ്ടത്, തനിക്ക് നൽകേണ്ടത് എന്ന് ഒരു മിഥ്യാധാരണ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആണ് ആദ്യം തിരുത്തേണ്ടത്. ഒരു കുഞ്ഞിൻ്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. നമ്മളുടെ ഭാരതത്തിൻ്റെ, നമ്മളുടെ പൂർവികരുടെ സങ്കല്പം അങ്ങനെയാണ്. അറിഞ്ഞോ അറിയാതെയോ എല്ലാ മാതാപിതാക്കളും തൻ്റെ മക്കൾ തന്നെ സംരക്ഷിക്കണം, പ്രത്യേകിച്ച് വയസ്സാം കാലത്ത് എന്നുള്ള ഒരു സംഭവം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. പക്ഷേ പാശ്ചാത്യ ലോകത്ത് അങ്ങനെയില്ല. കുട്ടികൾ ഒരു പ്രായമാകുമ്പോൾ അവരെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് മാതാപിതാക്കൾ പറഞ്ഞു വിടും. അതുകൊണ്ട് വയസ്സാകുന്ന കാലത്ത് അവരുടെ മക്കൾ അവരെ സംരക്ഷിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയിലുമല്ല അവർ വളർത്തുന്നതും. പക്ഷേ ഭാരതത്തിൽ അങ്ങനെയല്ല. ഭാരതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, അത് യുക്തിവാദികളായാലും നിരീശ്വരവാദികളായാലും ഏത് വാദികളായാലും, വയസ്സാകുന്ന കാലത്ത് തൻ്റെ മക്കൾ തങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അവർ വളർത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത്. അപ്പോൾ എത്രയോ പണമാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചിലവാക്കുന്നത്. ആ ചിലവാക്കുന്ന സമയത്ത് തന്നെ തൻ്റെ കടമകൾ എന്താണ് എന്ന് കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ് ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ പൈസ ഉണ്ടാക്കി മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരാദ്യം ചിന്തിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ അവരവരെക്കുറിച്ചുള്ളൊരു അവബോധം, തൻ്റെ കടമ മക്കളെ എങ്ങനെയാണ് പാകപ്പെടുത്തിയെടുക്കേണ്ടത്, അത് തൻ്റെ സ്വഭാവം എങ്ങനെ മാറ്റണം. അപ്പം ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവബോധമില്ലായ്മ അതിശക്തമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ഒരു മാതാപിതാക്കൾ തൻ്റെ കുട്ടിയെ കൊണ്ട് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇവന് കുറച്ച് അനുസരണക്കേടുണ്ട്, ആ അനുസരണക്കേടൊന്ന് മാറ്റി എടുക്കണം, ഇവൻ്റെ മനസ്സ്. അപ്പോൾ ആ മഹാത്മാവിനാണെങ്കിൽ ചില കാര്യങ്ങളിൽ ചില അനുസരണക്കേട് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ,
ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം അത് ഉപദേശിച്ചു. അപ്പോൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് ഇവർ ചോദിച്ചു. പറയായിരുന്നു, എനിക്കും ചില അനുസരണക്കേടുകൾ, എൻ്റെ മനസ്സിന് ചില അനുസരണക്കേടുണ്ട്, അതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത്. ഞാനത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അപ്പോൾ എനിക്ക് ആ ഒരു യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കത് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മഹാത്മാവിൻ്റെ കഥയല്ല ഇവിടുത്തെ വിഷയം, മറിച്ച് ഓരോ വ്യക്തിയും, കാരണം ഒരു കുഞ്ഞിൻ്റെ സംസ്കാരം രൂപപ്പെടുന്നതും രൂപപ്പെടുത്തേണ്ടുന്നതും ഗൃഹസ്ഥാശ്രമത്തിലാണ് എന്ന് വ്യക്തമായി ഗുരുക്കന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് ഏത് രീതിയിൽ വളരണം എന്ന് മാതൃകയായിരിക്കേണ്ടത് മാതാപിതാക്കളാണ്. ആ ഒരു അവബോധം നമ്മളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ മറന്നു പോവുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളതിനെ മാറ്റി നമ്മൾ അവർക്ക് മാതൃകയായിരിക്കണം എന്നാണ് നമ്മൾ അവബോധമുണ്ടായിരിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.